ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിലെ ഓൺ എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്വാർട്ടർലി എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ്. നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 1 റൈമിംഗ് വേർഡ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്താണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. റൈമിംഗ് വേർഡ്സ് എഴുതാനൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, അതിന്റെ റൈമിംഗ് വേർഡ്സ് എഴുതാനാണ് പറയുന്നത്. ചിലപ്പോൾ എക്സാമിന് എങ്ങനെ ചോദിക്കാം, ഒരു പോയം തന്നിട്ട് അതിലെ റൈമിംഗ് വേർഡ്സ് എഴുതാനും ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? ഫ്രൗൺ, ഹോൾഡ്, ഹാൻഡ്, കേക്ക്, ഫിഷ്. അപ്പൊ ഫ്രൗണിന്റെ റൈമിംഗ് വേർഡ് ഏതാണ്? ഫ്രൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെഴുതാം? ഡൗൺ. എന്താ റൈമിംഗ് വേർഡ് എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ. നമ്മൾ സ്പെല്ലിംഗ് വ്യത്യാസം ഉണ്ടാവാം, പക്ഷെ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത്, അത് ഉച്ചരിക്കുന്ന സമയത്ത് ഒരേപോലെ ശബ്ദം വരുന്നതിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രൗൺ, ഡൗൺ. അടുത്തത് ഹോൾഡ്, ഗോൾഡ്, ഹാൻഡ്, സ്റ്റാൻഡ്, കേക്ക്, ടേക്ക്, ഫിഷ്, ഡിഷ്. അപ്പൊ ഈ ഒരു റൈമിംഗ് വേർഡ്, ഒരു വാക്കിന് ഒരു റൈമിംഗ് വേർഡ് തന്നെയല്ല ഉള്ളത്. ഇപ്പൊ ഹോൾഡ്, ഗോൾഡ്, കോൾഡ്, ഇതൊക്കെ റൈമിംഗ് വേർഡ് ആണ് അല്ലെ. ഇപ്പൊ ഹാൻഡ്, സ്റ്റാൻഡ്, എന്താണ്, കേക്ക്, ടേക്ക്, മേക്ക്. അപ്പൊ ഇതേ റൈമിംഗ് വേർഡ്സ് തന്നെ എഴുതണമെന്നില്ല. നമ്മൾ ആ വേർഡ്സ് റിലേറ്റ് ചെയ്തിട്ട് ഏത് റൈമിംഗ് വേർഡ് വേണമെങ്കിലും എഴുതാം. അപ്പൊ ഇതുപോലുള്ള റൈമിംഗ് വേർഡ്സും എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റീഅറേഞ്ച് ദ ഇവന്റ്സ്. സം ഇവന്റ്സ് ഓഫ് ദ സ്റ്റോറി ദി ടെൻഡർ ടച്ച് ആർ ഗിവൺ ബിലോ. അത് നമ്മൾ ടെൻഡർ ടച്ചിന്റെ പാഠം എല്ലാ കൂട്ടർക്കും അറിയാലോ. അപ്പൊ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ വേഗം എടുത്ത് വായിച്ചു നോക്കുക. ടെൻഡർ ടച്ച് എന്നുള്ള പാഠത്തിലെ കുറച്ച് ഇവന്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, കുറച്ച് സംഭവങ്ങൾ. അത് ഓർഡർ തെറ്റിയിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ഓർഡറിൽ ആദ്യം നടന്നത് ആദ്യം, രണ്ടാമത് നടന്നത് രണ്ടാമത് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് എഴുതുക. ഇവിടെ എന്തൊക്കെ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിച്ചു നോക്കാം. The headmaster congratulated Sasha and Naveen. Sasha and Naveen visited Kabita. Kabita was cradling her younger brother. Naveen noticed a girl next to the window. Sasha gave a picture story book to Kabita. അപ്പോൾ ഇത് നമ്മൾ ടെൻഡർ ടച്ച് എന്ന പാഠം വായിച്ച എല്ലാവർക്കും അറിയാം. ആദ്യം നടന്നത് ഏത് സംഭവമാണ് ആദ്യം നടന്നത് അല്ലേ. അപ്പോൾ ഏതാണ് ഫസ്റ്റ് നടന്നത്? ഏതായിരുന്നു? നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ അല്ലെ. നവീൻ ആദ്യം ഒരു പെൺകുട്ടിയെ അവരുടെ സ്കൂളിന്റെ ക്ലാസ് മുറിയുടെ വിൻഡോയുടെ അടുത്തായിട്ട് കാണുകയാണ് അല്ലെ. അടുത്തത് സാഷ നവീൻ വിസിറ്റഡ് കവിത. അതാരായിരുന്നു? കവിതയായിരുന്നു അല്ലെ. അപ്പൊ സാക്ഷി നവീനും കൂടെ കവിതയെ കാണാൻ പോകുന്നു. കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. ആ സമയത്ത് കവിത എന്ത് ചെയ്യായിരുന്നു? അവളുടെ യങ്ങർ ബ്രദർ, അവളുടെ അനിയനെ ക്രാഡ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രാഡിൽ എന്ന് വെച്ചാൽ നമ്മൾ എന്താ, തൊട്ടിലിനെയാണ് ക്രാഡിൽ എന്ന് പറയുക. ക്രാഡ്ലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, ഊഞ്ഞാലാണോ? അല്ല, തൊട്ടിൽ ആട്ടുന്നതിനെയാണ് ക്രാഡ്ലിംഗ് എന്ന് പറയുന്നത്. തൊട്ടിൽ എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളൊക്കെ കിടത്തില്ലേ, അതാണ് നമ്മൾ തൊട്ടിൽ എന്ന് പറയാ. നാലാമത് സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. കവിതയ്ക്ക് എന്താണ് സാഷ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്? പിക്ചർ സ്റ്റോറി ബുക്ക് അല്ലെ, ഒരു കഥാപുസ്തകമാണ് കൊടുത്തത്. അഞ്ചാമത് ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാറ്റുലേറ്റ് സാഷ ആൻഡ് നവീൻ. സാഷയും നവീനെയും ഹെഡ് മാസ്റ്റർ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. എന്തിനാണ് ഹെഡ് മാസ്റ്റർ കൺഗ്രാറ്റുലേറ്റ് ചെയ്തത്? കാരണം സാഷയും നവീനും കാരണമാണ് കവിതയ്ക്ക് ആ സ്കൂളിൽ, അവർ പഠിക്കുന്ന സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്, ചേരാൻ പറ്റുന്നത്. അപ്പൊ കവിതയ്ക്ക് പഠിക്കാൻ പറ്റുന്നു അല്ലെ. അതിനൊക്കെ കാരണം ആരാ? സാക്ഷിയും നവീനാണ്. അപ്പൊ അതിനാണ് സാക്ഷിയും നവീനെയും ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യുന്നത്? കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പാഠത്തിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ കുറച്ച് ഇവന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതുപോലെ രണ്ടാമത്തെ യൂണിറ്റിലെയും ഇവന്റ്സ് തരാം, ഓർഡർ തെറ്റിയിട്ട് തരാം, അത് ഓർഡർ ആക്കിയിട്ട് എഴുതാൻ പറയും. അപ്പൊ പാഠങ്ങൾ നന്നായി വായിച്ചു നോക്കണം. അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റി, സോൾവ് ദി പസിൽ. ഇവിടെ ഒരു പസിൽ തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ കൂട്ടർക്കും പസിൽ സോൾവ് ചെയ്യാനൊക്കെ ഇഷ്ടമല്ലേ. ഇവിടെ നല്ലൊരു പസിലാണ്. നമ്മൾ ഫസ്റ്റത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചൊരു പസിലാണ് ഇവിടെ. അപ്പൊ അത് റിലേറ്റ് ചെയ്ത് എങ്ങനെ പസിൽ ചെയ്യുക? ഡൗണും ഉണ്ടാവും, എക്രോസും ഉണ്ടാവും. ഡൗൺ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്പേഴ്സ് ശ്രദ്ധിക്കണം. ഇവിടെ ഏത് നമ്പറാണ് തന്നിരിക്കുന്നത് ഇവിടെ നോക്കുക. നമ്പേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടാവും. ഡൗൺ ആണെങ്കിൽ താഴോട്ട് എഴുതുക, എക്രോസ് എന്ന് പറഞ്ഞാൽ വലത്തോട്ട് എഴുതി പോവുക അല്ലെ. വലത്തോട്ട് എഴുതുന്നതാണ് എക്രോസ് എന്ന് പറയുന്നത്. അപ്പൊ ഡൗൺ, ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് വൺ, വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. പഠിക്കാൻ വേണ്ടി നമ്മൾ പോകുന്ന സ്ഥലം ഏതാണ്? സ്കൂൾ. സ്കൂളിന്റെ സ്പെല്ലിംഗ് അപ്പൊ ഒന്നെന്ന നമ്പറിന്റെ താഴോട്ട് എഴുതുക. എ ഡ്രസ് ഫോർ ഗേൾസ്. ഗേൾസിന്റെ ഡ്രസ്സ്, പെൺകുട്ടികളുടെ ഡ്രസ്സ്. അത് നമ്മുടെ പാഠത്തിൽ, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഡ്രസ്സിന്റെ പേര് നമുക്ക് പഠിക്കുന്നുണ്ട്. എന്താണ് ആ ഡ്രസ്സിന്റെ പേര്? സ്കേർട്ട്. അടുത്തത്, എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ് യു വെൽ. നമ്മൾ നല്ല മനസ്സിലാക്കുന്ന, നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്? ഫാദർ, മദർ എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ് യു വെൽ, ഫ്രണ്ട് ആണ്. ഫ്രണ്ട്, കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി. ടച്ച്ഡ് ജെന്റ്ലി എന്താണ് നമ്മൾ ഇംഗ്ലീഷ് ഇവിടെ പഠിച്ചത്? പാറ്റഡ്. അടുത്തത് എക്രോസ്, നാലാമത്തെ കണ്ടോ. ഇവിടെ നമ്മൾ 1 2 3 4 ഇവിടെ ഓർഡറിൽ എഴുതി പോകരുത്, അപ്പൊ തെറ്റ്. ഇവിടെ 1 2 3 കണ്ട് അഞ്ചാമത്തത് ഡൗൺ ആണ് അല്ലെ. നാലാമത്തത് എക്രോസ് ആണ്. ഈഗർ ടു ലേൺ ഓർ നോ സംതിങ്. നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ, ജിജ്ഞാസ, എനിക്ക് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? ക്യൂറിയസ് എന്നാണ് പറയാ. അടുത്തത് സ്വിങ്ങിങ് ബേബി ബെഡ്. ഇങ്ങനെ ആട്ടാൻ പറ്റുന്ന ചെറിയ കുട്ടികളുടെ ബെഡ്, ബേബി ബെഡിനെ പറഞ്ഞ പേരാണ്
ക്രാഡിൽ നമ്മൾ ഊഞ്ഞാല് നമ്മൾ സ്വിങ് എന്ന് പറയും. ഊഞ്ഞാലല്ല, സ്വിങ്ങിങ് ബേബി ബെഡ് ആണ്. ചെറിയ കുട്ടികൾക്ക് കിടക്കാൻ പറ്റുന്ന ബേബി ബെഡ്, അതാണ് ക്രാഡിൽ, തൊട്ടിൽ എന്നാണ് മലയാളത്തിൽ പറയുക. നമ്മൾ തൊട്ടിൽ ആട്ടുന്നതിന് ക്രാഡ്ലിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ്, പസിൽ സോൾവ് ചെയ്യുന്നത്. അടുത്തത് നാലാമത്തെ ആക്ടിവിറ്റി കിച്ചൺ ഐറ്റംസ്. ലിസ്റ്റ് സം കിച്ചൺ ഐറ്റംസ്. നമ്മൾ കുറേ കിച്ചൺ ഐറ്റത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കുറേ കിച്ചൺ ഐറ്റം പഠിക്കുന്നില്ലേ? അപ്പൊ എക്സാമിന് എങ്ങനെ വേണമെങ്കിൽ കിച്ചൺ ഐറ്റം റിലേറ്റ് ചെയ്ത് ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരും. ചിലപ്പോൾ ക്ലാസിഫൈ ചെയ്യാൻ കുറെ നമ്മൾ എഴുതാൻ പറയാം, അല്ലെങ്കിൽ കുറെ കിച്ചൺ ഐറ്റംസും ഫുഡ് ഐറ്റംസ് ഒക്കെ മിക്സ് ചെയ്ത് തന്നിട്ട് അത് ക്ലാസിഫൈ ചെയ്ത് ടേബിളിലാക്കി എഴുതാൻ പറയാം. അപ്പൊ ഇവിടെ കുറച്ച് കിച്ചൺ ഐറ്റംസിന്റെ പേര് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ കുറേ നമ്മൾ കിച്ചൺ ഐറ്റത്തിന്റെ പേരുകൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പേരുകൾ തന്നെയായിരിക്കും അല്ലേ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന അതേ കിച്ചൺ ഐറ്റത്തിന്റെ പേരുകൾ തന്നെയാണ്. സ്റ്റവ്, കുക്കർ, പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂൺ, മിക്സി ഗ്രൈൻഡർ, പാൻ, തവ, കട്ടിംഗ് ബോർഡ്, നൈഫ്സ്, ബൗൾ, ഓവൻ, കപ്പ്, ട്രേ, സ്ട്രെയിനർ, പുട്ടുമേക്കർ, ആപ്പച്ചട്ടി, എക്സോസ്റ്റ് ഫാൻ, ഫ്രിഡ്ജ്, ജ്യൂസ് മേക്കർ, അങ്ങനെ ഒരുപാട് കിച്ചൺ ഐറ്റത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് കിച്ചൺ ഐറ്റത്തിന്റെ ഒക്കെ പേര് പഠിച്ചു വെക്കുക. അടുത്തത് നെക്സ്റ്റ് ആക്ടിവിറ്റി 5 പോസ്റ്റർ മേക്കിംഗ് ആണ് കേട്ടോ. പോസ്റ്റർ മേക്കിംഗ് ആണ്. പോസ്റ്റർ എക്സാമിന് എന്നും ചോദിക്കുന്ന ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പോസ്റ്റർ വരയ്ക്കാൻ പറയുക, പോസ്റ്റർ ഉണ്ടാക്കാൻ പറയുന്നത് എപ്പോഴും നമ്മൾ എക്സാമിന്, ഇംഗ്ലീഷ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റർ മേക്കിംഗ്. അപ്പൊ പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കുറച്ച് നമുക്ക് ഒരു അട്രാക്റ്റീവ് ആയിട്ട് വേണം നമ്മൾ എഴുതാൻ. കുറച്ച് ആ പോസ്റ്റർ നമ്മളൊരു ചുറ്റും ഒരു കോളമൊക്കെ വരച്ച് അല്ലെങ്കിൽ ഒരു ഡിസൈനിലൊക്കെ വരച്ച ശേഷം അതിനുള്ള എഴുതുമ്പോൾ കുറച്ച് വലുതാക്കി എഴുതുന്നു. അതുപോലെ കുറച്ച് നമുക്ക് പിക്ചറൊക്കെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ പിക്ചറൊക്കെ വരയ്ക്കുക. അപ്പൊ ഇവിടെ അങ്ങനെയൊക്കെയാണ് നമ്മൾ പോസ്റ്റർ എഴുതുക. അപ്പൊ ഇവിടെ പോസ്റ്റർ പറയുന്നത് പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെയാണ്. പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറയുന്നത്? പോസ്റ്റർ ഉണ്ടാക്കാൻ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ എൻവിറോൺമെന്റ് ഡേന്റെ പോസ്റ്റർ ഉണ്ടാക്കാൻ പറയാം. അപ്പൊ നമ്മുടെ അങ്ങനെ പല നമുക്ക് പാഠവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പോസ്റ്റർ ഉണ്ടാക്കാനായിരിക്കും എക്സാമിന് ചോദിക്കുക. ഇവിടെ പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ചാണ് പോസ്റ്റർ ഉണ്ടാക്കാൻ പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചതാണല്ലേ പ്ലാസ്റ്റിക് പൊല്യൂഷന്റെ. നമുക്ക് എന്തൊക്കെ എഴുതാം? സേ നോ ടു പ്ലാസ്റ്റിക്, സ്റ്റോപ്പ് യൂസിങ് പ്ലാസ്റ്റിക്, എന്നൊക്കെ പ്ലാസ്റ്റിക്കിന്റെ പിക്ചറൊക്കെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് പോസ്റ്റർ മേക്കിംഗ് എക്സാമിന് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ആക്ടിവിറ്റി 6. അടുത്ത അതേപോലെ ഒരു ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആഡ് മോർ ലൈൻസ്. എന്നും എല്ലാപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആഡ് മോർ ലൈൻസ്. വരികൾ കൂട്ടിച്ചേർക്കുക. ഒരു പോയത്തിന്റെ ഏതെങ്കിലും ഒരു പോയത്തിന്റെ 4 വരി അല്ലെങ്കിൽ 5 വരി തന്നിട്ട് അതുപോലെ നമ്മുടെ എന്ത് ചെയ്യാൻ പറയും? പുതിയ വരികൾ ഉണ്ടാക്കി എഴുതാൻ പറയും. അതിനുള്ള ഹിന്റ്സ്, അതായത് നമ്മൾ ക്ലൂസ് ഒക്കെ നമുക്ക് അതിൽ നമുക്ക് തന്നിട്ടുണ്ടാവും, ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും. അത് നമ്മുടെ പാഠത്തിൽ ഉള്ള അതേ പോയം അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിയിൽ നമ്മൾ പഠിക്കുന്ന അതേ പോയം തന്നെ ആവണമെന്നില്ല. നമ്മൾ ഇവിടെ ഉള്ളത് ആക്ടിവിറ്റിയിലെ പോയമാണ്, പക്ഷെ അതേ ചോദ്യം തന്നെ ആവണമെന്നില്ല. പുതിയ ഏതെങ്കിലും ഒരു പോയത്തിന്റെ 4 വരി ആയിരിക്കാം എക്സാമിന് ഉണ്ടാവുക. പക്ഷെ അതിന് അതേപോലെ തന്നെ ആയിരിക്കും ഈ ആഡ് മോർ ലൈൻസ് ഒക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ആൻസറും വരിക. ആൻസറിലെ പകുതിയും ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും. വേർഡ്സ് മാത്രമാണ്, ചില വാക്കുകൾ മാത്രമാണ് അവിടെ മാറ്റേണ്ടി വരിക. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. വാട്ടർ ഈസ് ക്ലിയർ, ഇറ്റ് ഈസ് സോ നൈസ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് ആസ് ആൻഡ് ത്രിൽസ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ മാറ്റേണ്ട 2 വേർഡ്സ് പറഞ്ഞത് വാട്ടർ ഈസ് ക്ലിയർ, ക്ലിയർ എന്നുള്ള വേർഡും ഇറ്റ് ഈസ് സോ നൈസ്, നൈസ് എന്നുള്ള വേർഡുമാണ് മാറ്റേണ്ടത്. അത് നമുക്ക് എങ്ങനെ ആക്കി എഴുതാം? വാട്ടർ ഈസ് ലൈഫ്, അതിനുള്ള വേർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. വാട്ടർ ഈസ് ലൈഫ്, ഇറ്റ് ഈസ് സോ പ്രീഷ്യസ്. ബാക്കി 2 ലൈൻ സെയിം തന്നെയാണ്. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് ആസ് ആൻഡ് ത്രിൽസ്. കണ്ടോ, സെയിം തന്നെയാണ്. ഇതുപോലെ എന്ത് ചെയ്യാം? വീണ്ടും ഒരു 4 വരി എഴുതാൻ പറയാം. ഇതാണ് ആഡ് മോർ ലൈൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണത്. ലാസ്റ്റ് 7ാമത്തെ ആക്ടിവിറ്റി ജംബിൾഡ് ലെറ്റേഴ്സ്. നമ്മളുടെ എന്താണ് നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റീഅറേഞ്ച് ദ ജംബിൾഡ് ലെറ്റേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ജൂലിയാസ് ഫ്രണ്ട്സ്. അതായത് നമ്മുടെ ജൂലിയുടെ ഫ്രണ്ട്സ്. നമ്മുടെ 2ാമത്തെ യൂണിറ്റ് നമ്മൾ ജൂലിയെ കുറിച്ച് പഠിക്കുന്നില്ലേ? അപ്പൊ ജൂലിയുടെ കുറേ ഫ്രണ്ട്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ? അപ്പൊ ആ ഫ്രണ്ട്സിന്റെ പേരാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ആ പേരിന്റെ സ്പെല്ലിംഗ് തെറ്റിയിട്ടാ കൊടുത്തിരിക്കുന്നത്, അതായത് ഓർഡർ തെറ്റിയിട്ടാ കൊടുത്തിരിക്കുന്നത്. ആ ജംബിൾഡ് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് ഓർഡറിലാണ്, സ്പെല്ലിംഗ് കറക്റ്റ് ഓർഡറിൽ എഴുതുക. നമുക്ക് ഫസ്റ്റ് എന്താ നോക്കാം. സ്റ്റാർ ഫിഷ് ആണ്. കണ്ടോ, സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കറക്റ്റ് ആക്കി സ്പെല്ലിംഗ് ആക്കി എഴുതുക. കറക്റ്റ് സ്പെല്ലിംഗ് എടുത്ത് എഴുതുക. സ്റ്റാർ ഫിഷ്. പിന്നെ അടുത്ത ജെല്ലി ഫിഷ്, ഗോൾഡ് ഫിഷ്, ഷാർക്ക്, ക്രാബ്, ഡോൾഫിൻ, ഒക്ടോബസ്. കണ്ടില്ലേ? അപ്പൊ ജൂലിയുടെ പാഠത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്താണ്? അപ്പൊ ജൂലിയുടെ തോട്ട്സ് എഴുതാൻ പറയാം. കോൺവെർസേഷൻ, എക്സാമിന് ഇംഗ്ലീഷ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതൊക്കെ കോൺവെർസേഷൻ വരാം. കോൺവെർസേഷൻ വെച്ചാൽ എന്താണ്? സംഭാഷണം അല്ലെ? ആർക്ക് തമ്മിലുള്ള സംഭാഷണം ചോദിക്കാൻ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സാക്ഷിയും കവിതയും തമ്മിലുള്ള കോൺവെർസേഷൻ ആവാം. ഓക്കെ, സാക്ഷിയും കവിതയും തമ്മിലുള്ള കോൺവെർസേഷൻ, അല്ലെങ്കിൽ കവിതയും കവിതയുടെ മദറും തമ്മിലുള്ള കോൺവെർസേഷൻ ഒക്കെ എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ എന്താണ് പോസ്റ്റർ മേക്കിംഗ് എന്ന് പറയുന്നത് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 7 ആക്ടിവിറ്റിയാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇംഗ്ലീഷ് എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണത്. എല്ലാവരും ചെയ്ത് നോക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. അതേപോലെ നമ്മുടെ യൂണിറ്റുകളും നമുക്ക് എക്സാമിനുള്ള യൂണിറ്റുകൾ നന്നായി റീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്